ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്, കാണാനും നല്ല ഭംഗിയിൽ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്രെഡ് പോക്കറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. ആദ്യം കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ നല്ല ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഇനി നമ്മളിത് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് മുൻപ് വൈറലായിട്ടുള്ള റെസിപ്പി ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ മസാല റെഡിയാക്കി എടുക്കുന്നത്. അടുത്ത തട്ടിൽ കുറച്ച് ഉണക്കമുളകും ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു 10 to 12 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുക. അപ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന ചിക്കനൊക്കെ നല്ല ചെറിയ പീസായിട്ട് മുറിച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിൽ വെന്ത് കിട്ടിക്കോളും. ഇനി ഈ ഒരു പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട ഇതിൽ നിന്ന് മാറ്റിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു വെളുത്തുള്ളിയും ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്ലൈസ് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് ആദ്യം കുറച്ചിട്ടിട്ട് നോക്കിയിട്ട് എടുത്താൽ മതിയാകും. പിന്നെ ഒരു കുറച്ച് ചെറുനാരങ്ങ നീര് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് വേണത് നന്നായിട്ട് നടിച്ചെടുക്കാനായിട്ട് ഈ ഒരു രീതിയിൽ കേട്ടോ. അത്യാവശ്യം നല്ലൊരു സോസായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ആദ്യം വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു ചിക്കൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്നങ്ങ് ചതച്ചെടുത്തിട്ടുണ്ട്. വലിയ പീസായിട്ട് വേണമെങ്കിൽ കൈ കൊണ്ട് നിങ്ങൾ പിച്ചിട്ടാലും മതിയാകും. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ചെറിയൊരു സവാള നല്ല പൊടിയായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാരറ്റ് നല്ല പൊടിയായിട്ട് തന്നെ ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 നുള്ളു ഉപ്പ് ഇട്ടോ. ഉപ്പ് ഈ സമയത്ത് കൂടുതൽ വേണ്ട. ആദ്യം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു സോസ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ആ ഒരു മയണൈസ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർത്താൽ മതിയാവും. ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. എരിവ് നോക്കിയിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്താം. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫില്ലിങ്സ് റെഡി ആയിട്ടോ. അതൊരു സൈഡിലേക്ക് വെക്കാം. ഇനി ഒരു ചമ്മന്തി കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ എരിവിന് ആവശ്യമായിട്ട് 2-3 പച്ചമുളകും കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു ഇത്തിരി ചെറുനാരങ്ങ നീര് ഇട്ടോ. പുളി കൂടി പോകണ്ട, ചെറുതായിട്ട് മാത്രം മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നങ്ങ് ഒതുക്കി എടുത്താൽ മതി. വെള്ളമൊന്നും ചേർത്ത് അരക്കേണ്ടതാ. ഈ ഒരു രീതിയിൽ ഒരു ചമ്മന്തി പരുവത്തിൽ അതും ഒന്ന് മാറ്റി വെക്കാം. അടുത്തത് ഇനി ഒരു 10 പീസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ 2 പീസ് ഒന്നിച്ച് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കട്ടർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുപ്പിയുടെ അടപ്പായിട്ട് വെച്ചിട്ട് ഓരോ ബ്രെഡിൽ നിന്ന് ഓരോ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതിയാവും. ഈ ഒരു രീതിയിൽ. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമുണ്ട്. ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ എല്ലാ ബ്രെഡ് പീസും ഇതുപോലെ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി വന്നിട്ടുള്ള ആ ഒരു ബ്രെഡ് പീസ് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുത്ത് ഈ ഒരു രീതിയിൽ ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് അതും ഒരു സൈഡിലേക്ക് വെക്കാം. ഇനി 2 കോഴിമുട്ടയിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് നല്ലോണം മിക്സ് ആക്കി വെക്കുക. ബ്രെഡ് ഒന്ന് മുക്കിയെടുക്കാനാണ്. അപ്പോൾ മുട്ട ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന ആ ഒരു മിക്സ് ഇല്ലേ, മൈദയും വെള്ളം കൂടെ കുറച്ച് ലൂസായിട്ടുള്ള അതായാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അടുത്തത് നമ്മൾ മുറിച്ചെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് പീസിന് 2 എണ്ണം ഒരേപോലെ തന്നെ അങ്ങനെ ഒന്നിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു മുട്ടയിൽ മൊത്തത്തിലൊന്ന് അങ്ങ് മുക്കിയെടുക്കുക. സൈഡിലൊക്കെ ഒന്ന് മുട്ടയായി കിട്ടണം കേട്ടോ. എന്നിട്ട് നേരെ തന്നെ ഈ ഒരു ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് മൊത്തത്തിലങ്ങ് ബ്രെഡ് ക്രംസ് അതിലങ്ങ് മുക്കിയെടുത്താൽ മതിയാവും. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ട് ബ്രെഡ് പോക്കറ്റ് ആക്കി എടുക്കാനുള്ള ബ്രെഡ് ക്രംസിൽ എല്ലാ ഭാഗവും നല്ലോണം കോട്ട് ചെയ്തെടുത്ത ശേഷം അതിൻ്റെ സൈഡ് ഭാഗം മാത്രം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എണ്ണയിലിടുമ്പോൾ വിട്ടു പോകാതിരിക്കാനാണ്. പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല, വിട്ടു പോകുന്നില്ല. എന്നാലും ചെറിയ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നടുഭാഗം ഒന്നും ഒട്ടിക്കരുത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ബ്രെഡ് പീസും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പം എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവണം കേട്ടോ, അല്ലെങ്കിൽ ബ്രെഡ് കൂടുതൽ എണ്ണ പിടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. തിരിച്ചും മറിച്ചു വിട്ട് പെട്ടെന്ന് അങ്ങ് കളർ മാറിക്കഴിഞ്ഞാൽ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള എല്ലാം ഇതിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാണ് വേണ്ടത്. അപ്പം ആദ്യം ഒരു കത്തിയോ കത്രികയായിട്ട് വെച്ചിട്ട് ഇതിനെ നടുഭാഗം ഇങ്ങനെ അങ്ങ് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉള്ളിൽ കറക്റ്റ് നല്ലൊരു പോക്കറ്റ് പോലെ തന്നെ കിട്ടും. ഈ ഒരു രീതിയിൽ. ആദ്യം ഇതിൻ്റെ ഉള്ളിലേക്ക് സാലഡിൻ്റെ ഏതെങ്കിലും ലീഫ് ഉണ്ടെങ്കിൽ ചെറിയൊരു പീസ് വെച്ചെടുക്കാം. ഞാനിവിടെ ചെറിയ പീസ് ലെറ്റ്യൂസാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു ഇത്തിരി ചമ്മന്തി ആക്കി കൊടുക്കുക. 1 ടീസ്പൂണൊക്കെ മതി കേട്ടോ, ഒരുപാട് കൂടുതൽ ചമ്മന്തി വേണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ ഫില്ലിങ്സ് ഉണ്ടല്ലോ, അതും 1-2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഉള്ളിലേക്ക് നിറയുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഇതുപോലെ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ പരിപാടി. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് സെറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരളവിൽ ഇതുപോലത്തെ ഒരു 10 സ്നാക്സ് റെഡിയാക്കി എടുക്കാനുണ്ടാവും കേട്ടോ. മസാല കുറച്ചുകൂടിയൊക്കെ കൂടുതലുണ്ടാവും ഫില്ലിങ്സ്. ബ്രെഡ് അതിനനുസരിച്ച് കൂടുതൽ എടുത്തിട്ട് ചെയ്താൽ മതിയാവും. ബ്രെഡ് ഫ്രൈ ചെയ്ത് ആ ഒരു ചൂടോട് കൂടി തന്നെ ഇതിലിങ്ങനെ നിറച്ച് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ നമുക്ക് ടേബിളിലൊക്കെ കുറച്ചൊരു ഭംഗിയിലൊക്കെ സെർവ് ചെയ്യണം സ്നാക്സ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ചമ്മന്തിയും കൂടെയൊക്കെ വരുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്